മക്കളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട് ഒരു മാലയിൽ കോർത്ത പുഷ്പങ്ങളെപ്പോലെ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി വിശുദ്ധരുടെ ജീവിത മാതൃകയുടെ മുമ്പിൽ നമുക്ക് കരങ്ങൾ കൂപ്പാം. ആധുനിക കാലഘട്ടത്തിലെ ഒരു മഹാവിശുദ്ധയാണ് ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. വിശുദ്ധ കൊച്ചു ത്രേസ്യ. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 10-ാം വാക്യം. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും. മക്കളെ, ചെറിയ ചെറിയ കാര്യങ്ങൾ അതീവ തീക്ഷ്ണതയോടെ വലിയ സ്നേഹത്തോടെ നിർവഹിച്ചുകൊണ്ട് സ്വർഗം സ്വന്തമാക്കിയവളാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. വിശുദ്ധ കൊച്ചു ത്രേസ്യ ആദ്യം എഴുതി പഠിച്ച വാക്ക് സ്വർഗം എന്നാണ്. വിശുദ്ധാത്മാക്കൾ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ സ്വർഗം തിരഞ്ഞെടുത്തവരാണ്. നിത്യതയുടെ വെളിച്ചത്തിൽ ചിന്തിച്ച് ജീവിച്ച് മരണത്തിന് അപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് ബോധ്യത്തോടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി കഠിന അധ്വാനം ചെയ്ത ആധുനിക കാലഘട്ടത്തിലെ ഒരു മഹാവിശുദ്ധ. കൊച്ചു കൊച്ചു ത്യാഗപ്രവർത്തികളിലൂടെ സ്വർഗം സ്വന്തമാക്കിയ ഈ വിശുദ്ധ ഇന്ന് നമുക്ക് മാതൃകയാണ്. ഉയർത്തപ്പെടുമ്പോഴും താഴ്ത്തപ്പെടുമ്പോഴും, തിരസ്കരിക്കപ്പെടുമ്പോഴും സ്വീകരിക്കപ്പെടുമ്പോഴും, അധികാരമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും വിശ്വസ്തതയും വിനീതയുമായി പ്രവർത്തിച്ച് യേശുവിൻ്റെ പ്രിയപ്പെട്ട സന്തത സഹചാരിണിയായി ജീവിച്ചവളാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. മഠത്തിലായിരുന്നപ്പോൾ ഒരു സിസ്റ്റർ ചോദിച്ചു, ആരെയാണ് ഞാൻ അധികം സ്നേഹിക്കേണ്ടത്? വിശുദ്ധ കൊച്ചു ത്രേസ്യ പറഞ്ഞു, ആരെ കാണുമ്പോഴാണോ ഒഴിഞ്ഞുമാറി പോകാൻ പോകുന്നത് അവരെയാണ് നീ സ്നേഹിക്കേണ്ടത്. വിശുദ്ധ കൊച്ചു ത്രേസ്യ പറയുന്നു, ഓരോ ചെറിയ കാര്യവും നീ ഏറ്റവും പ്രയോജനപ്പെടുത്തുക. അവയെല്ലാം സ്നേഹത്തോടെ ചെയ്തുകൊണ്ട് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുക. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ വിശുദ്ധ മിഷണറിമാരുടെ മധ്യസ്ഥയാണ്. മാധ്യസ്ഥം തേടിക്കൊണ്ട് സുവിശേഷ വേലയിൽ നമുക്ക് വ്യാപൃതമാകാം. നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. സാധിക്കുമെങ്കിൽ ഇന്നത്തെ ഈ വിശുദ്ധയെ ലോകം മുഴുവൻ പരിചയപ്പെടുത്താൻ ശ്രമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.